നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നാട്ടുകാരൊക്കെ വൃത്തികെട്ട ജന്തുക്കളാ. ഒരു കാശുകാരിയെ ഇൻസൾട്ട് ചെയ്യാൻ കിട്ടിയ അവസരം അവര് പാഴാക്കിയില്ല. അവള് പറഞ്ഞ ഓരോ ഡയലോഗിനും അവര് കിക്കി കിക്കിന്ന് ചിരിച്ചോണ്ട് നിൽക്കുമായിരുന്നു. ആ റാസ്കൽസ്. അതിരിക്കട്ടെ, ആരാ പെണ്ണ്? അവള് തന്നെ. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ അപമാനിച്ച ആ അലവലാതി. എന്റെ കാറ് തട്ടിക്കൊണ്ടു പോയ ആ മാഫിയ ഡോൺ. അവൾ എല്ലായിടത്തും കരുതി കൂട്ടി വന്നെന്നെ പരിഹസിക്കുക. ഇത്തവണ ഞാൻ അവളെ വെറുതെ വിടില്ല. ഞാൻ ആരാണെന്ന് അവളെ അറിയിക്കും. അമ്മയെ ഇങ്ങനെ ഓടി നടന്ന് അപമാനിക്കുന്ന അവൾ ആരാ? ആരാണെന്നറിയില്ല, പക്ഷെ കണ്ടുപിടിക്കും ഞാൻ. ഇനി കാര്യങ്ങൾ എളുപ്പമാ. ഞാനും അവളും കൂടിയുള്ളൊരു സെൽഫി ഉണ്ടല്ലോ. അയ്യേ, ഇത്ര ധിക്കാരിയായ പെണ്ണിന്റെ കൂടെ നിന്ന് അമ്മ സെൽഫി എടുത്തോ? ഞാനല്ല, അവളാ എടുത്തത്. ഫോൺ തട്ടിപ്പറിച്ച് സെൽഫി എടുത്തു. എന്നിട്ട് പറയോ അവളുടെ മുഖം ഞാൻ ഒരിക്കലും മറക്കരുതെന്ന്. ഓഹോ, എങ്കിൽ അവളുടെ മുഖം ഞാനൊന്ന് കാണട്ടെ. എന്റെ അമ്മയെ അപമാനിച്ച അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. കാണിച്ചമ്മേ. കാണിക്കാം. അല്ലെങ്കിൽ വേണ്ട. ഇത്തരം ചീള് കേസുകളുടെ ഫോട്ടോ പോലും നീ കാണാൻ പാടില്ല. ഞാനൊന്ന് കണ്ടമ്മേ. വേണ്ടടാ. എന്നെ പറഞ്ഞതൊക്കെ നിനക്ക് സഹിക്കില്ലെന്ന് എനിക്കറിയാം. നീ പ്രതികാരം ചെയ്യാനൊന്നും പോണ്ട. അവളെ ഞാൻ തന്നെ ശിക്ഷിച്ചോളാം. തിരിച്ചൊരെണ്ണം തന്നാ താങ്ങുകയില്ല. ഒന്ന് ചിരിക്ക്. വിടില്ലടി നിന്നെ ഞാൻ. നീ എവിടെയായാലും തേടി പിടിക്കും. നിന്നെ തകർത്ത് തരിപ്പണമാക്കും. ജീവിതത്തിൽ ഒരാളും എന്നെ ഇത്ര അപമാനിച്ചിട്ടില്ല. ഇതിന് ഞാൻ പകരം വീട്ടിയിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് വസുന്ധരയെന്നല്ല. നീതി ഇന്ന് സാരിയൊക്കെ ഉടുത്ത് വലിയ സുന്ദരിയായിട്ടൊക്കെയാ പോകുന്നത്. എന്താ കാര്യം? പോകുന്നത് സ്ഥിരം പരിപാടിക്ക് തന്നെയാ, വശീകരിക്കാൻ. അതെ,
നമ്മള് മാത്രമേ ഉള്ളപ്പോ അവളെ കുറിച്ച് ഇല്ലാ കഥയൊന്നും പറയണ്ട. അവൾ ആ ടൈപ്പൊന്നും അല്ലെന്ന് നമുക്കറിയാലോ. എന്റെ പൊന്നമ്മേ, ഇന്ന് അവൾ ഒരുങ്ങിക്കെട്ടി പോകുന്നത് വശീകരിക്കാൻ തന്നെയാ. ഗൗതം ഗോപിനാഥിനെ കറക്കിയെടുത്ത് കുപ്പിയിലാക്കാൻ. ഗൗതമിനെയോ? അപ്പൊ ഇന്ന് അവക്ക് സ്കൂളില്ലേ? സ്കൂൾ ഫംഗ്ഷന് ചീഫ് ഗസ്റ്റേ ഗൗതമാ. കുറെ ദിവസമായി നീതി അതിനുള്ള ഒരുക്കത്തില്ല. ഇതൊക്കെ അറിഞ്ഞിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നേ? ഇതെങ്ങനെ അവളെ വെറുതെ വിടരുത്, ഒരു പണി കൊടുക്കണം. പണിയൊക്കെ റെഡിയാ. ഫംഗ്ഷൻ അവൾ പങ്കെടുക്കില്ല. സ്കൂളിൽ ഗൗതമനെ സ്വീകരിക്കുന്നത് ഞാനായിരിക്കും. നീയോ? അതിന് നീയും സ്കൂളും തമ്മിൽ എന്ത് ബന്ധം? ഓ, ഇങ്ങനെയൊക്കെ എല്ലാമേ ബന്ധം ഉണ്ടാക്കുന്നേ. നീ ഒന്ന് തെളിച്ച് പറഞ്ഞേടി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സോറി, തൽക്കാലം ഒരു ചെറിയ സസ്പെൻസ് അവിടെ കിടക്കട്ടെ. ഓക്കെ. എന്നാൽ ഇവളുടെ സസ്പെൻസ് എന്തായിരിക്കും? അമ്മേ, ഞാൻ ഇറങ്ങുവാ. മോളെ കഴിച്ചിട്ട് പോ മോളെ. അയ്യോ വേണ്ടമ്മേ, ഇനി നിന്നാ ശരിയാവില്ല. ഗൗതം സാർ വരുന്നതിന് മുൻപേ കുട്ടികളുടെ ഡാൻസ് ഒന്നുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. അതൊന്നും പറഞ്ഞേ പറ്റില്ല. കഴിക്കും, ഞാൻ വരുത്തരാം. എന്നാ. കഴിക്ക്. വെള്ളക്കിളി കുഞ്ഞുകിളിക്ക് വാരി കൊടുക്ക. ഈ ബാലഗോപാലിയെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാതിരുന്ന ഭാഗ്യം. എന്തൊക്കെ ഞാൻ കാണണം. അവള് കഴിക്കട്ടെ അമ്മേ. ഗൗതം ഗോപിനാഥന് മുന്നിൽ ഷൈൻ ചെയ്യാനുള്ള എനർജി സ്റ്റോർ ചെയ്യട്ടെ. ദേ നോക്കിക്കോ, അപ്പോഴേക്കും അവൾക്കൊരു ഫോൺ വരും. എന്ത് ഫോൺ? കാത്തിരുന്ന് കണ്ടോ? മതി അമ്മേ. ആ പോരാ, ഇത് മുഴുവനും കഴിക്കണം. നിഖില അമ്മേ, ആ പറയടാ. ചേച്ചി, എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി. ആണോ? 2 അപ്ലൈ ചെയ്തിരുന്നല്ലോ, ഏതാ കിട്ടിയത്? നിഖിലെ ഒരു മിനിറ്റ്, അമ്മ അടുത്തുണ്ട്, ഞാൻ സ്പീക്കറിലിടാം. ഈ സന്തോഷ വാർത്ത അമ്മയും കൂടി അറിയണം. അമ്മേ, അവന് സ്കോളർഷിപ്പ് കിട്ടിയെന്ന്. പറഞ്ഞോ നിഖിൽ? ഞാനും കേൾക്കുന്നുണ്ട് മോനെ. ഈ സ്കോളർഷിപ്പ് നമ്മൾ അപ്ലൈ ചെയ്തതല്ല. എന്റെ മാർക്ക് ലിസ്റ്റ് കണ്ട് ഇങ്ങോട്ട് വന്ന ഓഫറാ. വർഷത്തിൽ 1.5 ലക്ഷം രൂപ കിട്ടും. 1.5 ലക്ഷം രൂപയോ? അപ്പോ ഹോസ്റ്റൽ ഫീസും കോളേജ് ഫീസും ഒക്കെ ഇനി അതിൽ നടക്കാവല്ലോ. അതെ ചേച്ചി, എന്തായാലും ചേച്ചി വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങ്. 10 മണിക്ക് ആ സ്കോളർഷിപ്പിന്റെ ആൾക്കാർ വരും. ചേച്ചി ഇവിടെ ഉണ്ടാവണം. അയ്യോ, ഞാനെന്തിനാ വരുന്നത്? ചേച്ചിയല്ലേ എന്റെ ഗാർഡിയൻ. ചേച്ചി സൈൻ ചെയ്താലേ ആ സ്കോളർഷിപ്പ് എനിക്ക് കിട്ടൂ. ഇന്ന് സ്കൂളിലൊരു ഫംഗ്ഷൻ ഉണ്ട് മോനെ, ഞാൻ അത് കഴിഞ്ഞു വരാം. അത് പറ്റില്ല ചേച്ചി. 10 മണിക്ക് ഗാർഡിയൻ ഇവിടെ വേണം, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ക്യാൻസൽ ആയി പോവും. എന്റെ ഭാവിയുടെ കാര്യ ചേച്ചി വരാതിരിക്കരുത്. നീ പോ മോളെ. നീ ഇല്ലെങ്കിലും സ്കൂളിലെ ഫംഗ്ഷൻ നടക്കും. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. വർഷം തോറും 1.5 ലക്ഷം രൂപ വെച്ച് കിട്ടിയ നിഖിലിനു വേണ്ടി പിന്നെ നീ കഷ്ടപ്പെടേണ്ടി വരില്ല. ഞാൻ വരാൻ നിഖിൽ. താങ്ക്സ് ചേച്ചി. അപ്പൊ നേരിട്ട് കാണാം. ശരി അമ്മേ, ഞാൻ പ്രിൻസിപ്പലിനെ വിളിച്ചൊന്ന് കാര്യം പറയട്ടെ. ആ നിധി, താൻ സ്കൂളിലെത്താറായോ? ഇല്ല മാഡം, എനിക്ക് അത്യാവശ്യമായിട്ട് ബ്രദറിന്റെ ഹോസ്റ്റലിൽ വരെ ഒന്ന് പോണം. അയ്യോ, താനില്ലാതെ ഇവിടെ എങ്ങനെ കാര്യങ്ങൾ നടക്കും? ബുദ്ധിമുട്ട് എനിക്കറിയാം മാഡം. നിഖിലിന് ഒരു സ്കോളർഷിപ്പ് റെഡിയായിട്ടുണ്ട്. 10 മണിക്ക് തന്നെ ഞാൻ അവിടെ ചെന്ന് സൈൻ ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ സ്കോളർഷിപ്പ് ക്യാൻസൽ ആയി പോവും. തന്റെ ആവശ്യം എനിക്ക് മനസ്സിലായി. പക്ഷേ ഒരുപാട് ടീച്ചേഴ്സ് ലീവിലാണ്. ഫംഗ്ഷൻ കോർഡിനേറ്റ് ചെയ്യാൻ ആരുമില്ല. ഞാൻ എന്ത് ചെയ്യും നിധി? ഫംഗ്ഷൻ കോർഡിനേറ്റ് ചെയ്യാൻ ഫംഗ്ഷൻ ഞാൻ ഭംഗിയായിട്ട് നോക്കിക്കോളാം. നിധി പോയി നിഖിലിന്റെ കാര്യം നോക്ക്. അതൊരു നല്ല പരിഹാര മാർഗ. നിഖിലിന്റെ സ്കോളർഷിപ്പാണ് നമുക്ക് പ്രധാനം എന്ന് കരുതി സ്കൂളിലെ ഫംഗ്ഷൻ ഉപേക്ഷിക്കാൻ പറ്റുമോ? അത് നിധിയുടെ ചോറല്ലേ.